സി പി എമ്മിനെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നൊരു പുതിയ കാര്യമല്ല. കാര്യം അതിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അവർക്ക് നേരത്തെ പ്രഖ്യാപിക്കാവുന്നൊരു സംവിധാനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഈ 55 ലിസ്റ്റ് തന്നെ ഇത്ര സമയത്ത് നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ അതിശയമാണ്. സതീശൻ അങ്ങനെയൊക്കെ ഒരു ആശയപരമായിട്ട് പുതിയ കാര്യം വെച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായ ഒരു പാരമ്പര്യ സ്വഭാവമാണ്. അതിന് വ്യത്യസ്തമായി പ്രതികരിച്ചെങ്കിൽ നമുക്ക് വേറെ എന്തൊരു കോൺഗ്രസ് ഉണ്ടായെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളും ചരിത്രപരമായ പാരമ്പര്യമൊക്കെ അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ അത് സ്വാഭാവികമായിട്ടും 50 സീറ്റ് പ്രഖ്യാപിക്കുകയും. പക്ഷേ CPM സംബന്ധിച്ച് വ്യത്യസ്ത ഒരു അനുഭവം ഉണ്ടായി. അതായത് CPM ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ആ ജില്ലാതലത്തിലും നേതൃത്വതലത്തിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാറില്ല. അതിനാണ് അപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആർക്കെതിരെയാണ് വന്നത്, അത് എവിടെയാണ് വന്നാലോചിക്കണം. കണ്ണൂർ പോലത്തെ ജില്ലയിൽ പാർട്ടി ഗ്രാമം പോലുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ജില്ലാ സെക്രട്ടറിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ആർക്കെതിരെ ഉന്നയിച്ചു? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ആ ഉന്നയിക്കുക മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആ സ്ഥാനാർത്ഥിയുടെ ആന്തൂസാരെ ബന്ധപ്പെട്ടുള്ള ആത്മഹത്യയിലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ അത് കണ്ണൂർ ജില്ലാ സ്ഥലത്താണ്, ഇവിടെ ആ ആസ്ഥാനത്താണ് ഉന്നയിക്കപ്പെട്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് പിന്തുണയിൽ ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ പറയുന്നു? അതേപോലെ തന്നെ പയ്യന്നൂർ പോലെ സ്ഥലത്ത് അതായത് പാർട്ടി കേന്ദ്രങ്ങൾ നമ്മൾ തെക്ക് ഭാഗത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെയല്ലോ ഇപ്പോൾ അവിടുത്തെ പാർട്ടി കേന്ദ്രങ്ങൾ. ആ പാർട്ടി കേന്ദ്രങ്ങളിൽ കുഞ്ഞികൃഷ്ണ പോലെ ആൾ ഉന്നയിച്ച വാദം എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ പറയുന്ന ആർക്കൂടെ പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത ഈ എക്സംഷനൊക്കെ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ വേറൊരു അതാണ്. അതൊക്കെ പിന്നെ ന്യായീകരിച്ച് പലതും പറയും. എന്ത് ന്യായീകരിക്കാൻ പറ്റുന്ന ലോകത്ത് പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്ത കാര്യം പാർലമെൻ്ററി രാഷ്ട്രീയം നിൽക്കുക എന്നുള്ള പലർക്കും അത് വലിയൊരു ഗുരുതരമായൊരു തെറ്റായിട്ട് കാണുന്നില്ല. കാര്യം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അധികാരത്തിന് വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള അതിൻ്റെ എഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇപ്പോൾ VS സുധാകരൻ മുഖ്യമന്ത്രിയെ ശ്രമിച്ചത് ഏത് പ്രായത്തിലാണ്? അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയില്ലായിരുന്നു. അപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എന്നൊരു പുതിയൊരു കാര്യമായിട്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് പാർലമെൻ്ററി വ്യാമോഹം നമുക്ക് നോക്കിയാൽ അത് പല തട്ടിലും പല സ്ഥലത്തും പല ആൾക്കാർക്കും നമുക്ക് പ്രകടമായി കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ഒന്ന്, സുധാകരൻ തീർച്ചയായിട്ടും ഉന്നയിക്കുന്ന കത്തൊരു അദ്ദേഹം തന്നെ അത് ന്യായീകരിക്കുന്നുണ്ട്. എനിക്ക് മത്സരിക്കാനുള്ള താല്പര്യത്തോടുണ്ട്. പക്ഷേ സുധാകരൻ ഉന്നയിക്കുന്ന കാര്യം പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന വാക്ക് ഉപയോഗിച്ചത് പൊളിറ്റിക്കലായിട്ടാണ് ഇവർ ഡിഫെക്റ്റ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടെ പൊളിറ്റിക്കൽ ക്രിമിനലിസവും മാഫിയ പ്രശ്നവും അവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരാൾ ഉന്നയിക്കുന്ന രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ്, അതും ഒരു ക്രിമിനൽ ആക്റ്റാണ്. മൂന്നാമത്തെ ആൾ ഉന്നയിക്കുന്ന നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം. അവിടെയൊക്കെ നമ്മൾ പുലർത്തേണ്ട ഇപ്പോൾ തീർച്ചയായിട്ടും ആ ശ്യാമള ടീച്ചറെ സംബന്ധിച്ച് ശ്യാമള ടീച്ചറിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവർ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ ഇവിടെ സംസ്ഥാനം നേതൃത്വത്തിരിക്കുന്ന ആൾ, പോൾ ബ്യൂറോ ഇരിക്കുന്ന ആൾ ചില ഉത്തരവാദിത്തങ്ങൾ ഒരു സന്ദേശമാണല്ലോ കൊടുക്കുന്നത് മറ്റ് പാർട്ടി പ്രവർത്തകർക്കും. അതുപോലെ മറ്റു ഇതൊരു ഇടതുപക്ഷ പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടിയുടെ അതിൻ്റെ ഒരു ജീവസ്വരൂപമുണ്ട്, അതിൻ്റെ ഒരു നൈതികതയുണ്ട്, അതിൻ്റെ ധാർമ്മികതയുടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ചില പ്രകടിപ്പിക്കേണ്ട ചില മാന്യതകളുണ്ട്, മര്യാദകളുണ്ട്. കാര്യം ആ വളരെ പ്രധാനപ്പെട്ട സീറ്റാണ്. ആ സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ CPM ജയിച്ചു വരാവുന്ന സാധ്യതയുള്ള വലിയ സീറ്റിൽ നിങ്ങൾ അവിടെ ഒരുപാട് പുതിയ കാൻഡിഡേറ്റ്സിന് അവർക്ക് സ്ഥാനാർത്ഥം കൊടുക്കുന്ന വഴി വേറെ സന്ദേശമാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു പക്ഷേ ഇത് എത്രമാത്രം അതൊക്കെ നമുക്ക് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ എതിർപ്പുണ്ട്, നാട്ടിൽ എതിർപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അത് എതിർപ്പ് അനുഭാവികളുടെയും സഹയാത്രികളുടെയും എതിർപ്പോടെ വരുന്നുണ്ട് ആ സ്ഥാനാർത്ഥിത്തിനെതിരെ.